ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വോയിസ് എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൈനാപ്പിള് അത് നെല്ലിക്ക ഉപ്പിലിട്ടത് കാണിച്ചു തരുന്ന സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് പൈനാപ്പിൾ ഭയങ്കര ഇഷ്ടമാണ് ഉപ്പിലിട്ടിട്ട്. അപ്പോൾ ഞാൻ പൈനാപ്പിൾ മുറിച്ചിട്ട് ഉപ്പിലിടാൻ പോവാം കേട്ടോ. അപ്പം നമുക്കിത് ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി എടുക്കാം. ഇവിടെ വെള്ളമൊക്കെ ഞാൻ തിളപ്പിച്ച് വെച്ച വെള്ളം, പിന്നെ പച്ചമുളക് ബോട്ടിലൊക്കെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് കട്ട് ചെയ്തെടുക്കാം. എത്രത്തോളം നന്നാവുന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ കട്ട് ചെയ്യുന്നത്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. സൗണ്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഗൈസ്. നമുക്ക് പിന്നെ വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ലല്ലോ, അപ്പോൾ നമുക്ക് അറിയണം മാതിരി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. വീഡിയോ ഞാനിന്ന് എടുക്കണം എന്ന് വിചാരിച്ചതൊന്നുമല്ല കേട്ടോ. പെട്ടെന്ന് എനിക്ക് പനിയൊക്കെ പിടിച്ച് പിന്നെ വയ്യാണ്ടിരുന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതല്ല. പക്ഷെ സാധനം വാങ്ങി വെച്ചിട്ട് 2-3 ദിവസമായി. അപ്പം പിന്നെ അത് അവിടെ വെച്ച് കഴിഞ്ഞാൽ കേടായി പോവുകയെന്ന് വെച്ചിട്ട് ഞാൻ എടുത്തിട്ട് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് ചെയ്യാൻ വേണ്ടി സാധനം വാങ്ങി വെച്ചിട്ട് ചെയ്യാണ്ടിരിക്കുന്നല്ലോ എന്ന് വെച്ചിട്ട് ചെയ്യുന്നതാ. ഇപ്പോഴും വയ്യ, എനിക്ക് ഒട്ടും വയ്യ. സാധനമൊക്കെ ചെത്തിക്കളയാറുണ്ടോ ചൊറിയെന്ന് പറയുന്നത് ഈ മുള്ളിൻ്റെ സാധനം. അടിയെ ചെത്തിക്ക് കത്തിക്ക് മൂർച്ചയുണ്ടോ ഇല്ലയോ, സോറി മൂർച്ചില്ലയോ എന്നൊരു സംശയം എനിക്ക്. മര്യാദയ്ക്ക് മുറിഞ്ഞ് കിട്ടുന്നില്ല. ഇതൊരു അധ്വാനം. നമുക്ക് ഞാനൊന്ന് ഫുള്ള് കട്ട് ചെയ്തെടുത്തിട്ട് വരട്ടെ. ഓക്കെ, അപ്പൊ ഞാൻ പുറത്ത് ഇതൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഡെയിലി ലൈവിൽ കാണുന്ന ആൾക്കാർക്ക് ഇന്ന് തന്നെ കണ്ടാൽ മനസ്സിലാവും തീരെ വയ്യ. അതിന് നമ്മൾ അത്രയും ആഗ്രഹിച്ച് വാങ്ങി വെച്ചിട്ടേ ചെയ്യാൻ പറ്റുമ്പോൾ എന്തോ പോലെ. ചെയ്യാൻ വിചാരിക്കണേ മുഴുവൻ അങ്ങനെ ആക്കിയിടാണ്ട് ഈ ഒരു ലെവലിൽ കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നു. നമുക്കിതിലേക്ക് ഇട്ടു കൊടുക്കാം. കുപ്പിയുടെ ബോട്ടിൽ വാങ്ങില്ല കേട്ടാ, ഗ്ലാസിന്റെ ബോട്ടിൽ പ്ലാസ്റ്റിക്. അതിനോട് നോക്കട്ടെ. നല്ല മധുരമുണ്ട്. ഉപ്പെടുത്തിട്ട് നിറഞ്ഞു പോകുമ്പോൾ 12 കഴിക്കാം.
അപ്പോൾ കുറച്ച് ഉപ്പ് ആദ്യം ഇട്ട് കൊടുക്കുക. പച്ചമുളക് കറി ഇടണം. വിനാഗിരി ഇടണം. ഞാൻ വിചാരിച്ചേ ഇതിനകത്ത് ബാക്കി സ്പേസ് ഉണ്ടാവുമ്പോൾ വിചാരിച്ചാൽ ഇപ്പോൾ ഇതിപ്പോൾ മൊത്തം ആവുമ്പോൾ എനിക്ക് അറിഞ്ഞൂടാ. നോക്കാം. ബാക്കിയുള്ള കഴിക്കാൻ പറ്റും, വെറുതെ കഴിക്കാൻ പറ്റും. പച്ച മാങ്ങ കിട്ടിയായിരുന്നു ഉപ്പിലിടാൻ വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ എന്താ പറയുക, പിന്നെ വയ്യാണ്ടായില്ലേ, 2 ദിവസം വയ്യാണ്ടായി. അത് കട്ട് ചെയ്യാണ്ട് വെച്ചപ്പോൾ പഴുത്തു പോയി, കളർ വന്നു. അപ്പോൾ പിന്നെ അത് ഒന്നും ചെയ്തില്ല. ബാക്കിയുള്ളത് ഞാൻ കണ്ടത്. ഇത് ഇത്രയും മതി. നമുക്ക് കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുത്തിട്ട് രണ്ട് പച്ചമുളകും കൂടി, ഒരുപാട് എരിവുള്ള മുളകല്ല കേട്ടോ, നല്ല എരിവുണ്ട്, 4 എരിവുണ്ട്. ഇപ്പോൾ ഫുള്ള് വെള്ളം ഒഴിക്കും കുറച്ച്. അപ്പോൾ നമുക്ക് ഇത്രപോലെ ബാക്കിയുണ്ട്, ഇതിൽ സ്പേസ് ഇല്ല, നമ്മൾ കഴിക്കും. അപ്പോൾ ഇതിൽ ബാക്കി വെള്ളം ഒഴിക്കാം. ഇത് നമ്മൾ തിളപ്പിച്ചിട്ട് തളിച്ചെടുത്തതാട്ടോ, ആറ്റിയെടുത്ത വെള്ളം. പച്ചവെള്ളം ഒഴിക്കരുത്. അപ്പം അത് നിറയെ ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ വിനീഗർ വെച്ചെടുക്കും. നമുക്ക് അടച്ച് നല്ല ടൈറ്റിൽ അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് അപ്പോൾ നമ്മുടെ ഉപ്പിലിട്ട പൈനാപ്പിൾ ഇവിടെ റെഡിയായി ഗൈസ്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ്, ഒരു ദിവസം കഴിഞ്ഞിട്ട് ഒരു ദിവസം കൊണ്ടാവുമായിരിക്കും. അപ്പോൾ നാളെ കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് വെക്കാം. അപ്പം അടിപൊളി. ഇപ്പോൾ ഒരു കടയിൽ നിന്ന് വാങ്ങണമെങ്കിൽ ഒരു പീസിന് 10 രൂപയാവും ഗൈസ്. നമ്മളിപ്പോൾ വീട്ടിലൊരു പൈനാപ്പിൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര നമുക്ക് മതിയാവോളം കഴിക്കാനുണ്ട്. പൊളിയല്ലേ? അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ടാറ്റാ.